മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു മനുഷ്യന് നിരാശ ബാധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സ്ട്രെസ്സായി നിൽക്കുന്ന അവസ്ഥയിൽ, അതൊരു ഡിപ്രഷനിലേക്ക് മാറുന്ന അവസ്ഥയിൽ മനുഷ്യൻ സ്വയം അവന്റെ ഉള്ളിൽ അവനോട് തന്നെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യ ജീവിതം? വളരെ വലിയൊരു ഫിലോസഫിയൊന്നും നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ടോൾസ്റ്റോയ് എഴുതിയ മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. ആ കഥയെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്. കഥ നടക്കുന്നത് റഷ്യയിലാണ്. റഷ്യയിൽ ഒരു ചെരുപ്പ് കുത്തിയും ആ ചെരുപ്പ് കുത്തിയുടെ ദാരിദ്ര്യകരമായ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അപരിചിതനും, ആ അപരിചിതനും പിന്നീട് അങ്ങോട്ടേക്ക് അപരിചിതനുമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ടാവുന്ന സംഭവങ്ങളും കൂടി കലർത്തിക്കൊണ്ട് മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന തത്വത്തിനെ വളരെ മനോഹരമായിട്ട് ടോൾസ്റ്റോയ് ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റഷ്യയിൽ ജീവിക്കുന്ന ഈ ചെരുപ്പ് കുത്തി തണുപ്പ് കാലം വന്ന സമയത്ത് അദ്ദേഹം വളരെ വർഷമായിട്ട് ശേഖരിച്ചു വെച്ച പണം ഉപയോഗിച്ചുകൊണ്ടൊരു പുതപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ പുതപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയപ്പോൾ ഇദ്ദേഹം ശേഖരിച്ചു വെച്ച പണം പുതപ്പ് വാങ്ങിക്കാൻ തികയാതെ വരികയും പിന്നീട് അങ്ങോട്ടേക്ക് വളരെ നിരാശ ബാധിച്ച ഈ ചെരുപ്പ് കുത്തി ആ പുതപ്പ് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത കള്ള് ഷോപ്പിലേക്ക് കയറിയിട്ട് അവിടെ നിന്നും നന്നായിട്ട് മദ്യപിച്ച് തന്റെ നിരാശ തീർത്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്നത്, ഇദ്ദേഹം പോകുന്ന വഴിയിലുള്ള ഒരു വലിയ കലുങ്കിന് മുകളിലായിട്ട് വളരെ അത്ഭുതകരമായിട്ട്, അതായത് ഇത്രയും തണുപ്പുള്ള ഈ സമയത്ത് ഒരു മനുഷ്യൻ പൂർണ്ണ നഗ്നനായിട്ട് കിടക്കുന്നതാണ്. ഒരു നിമിഷ നേരം അതിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ പോകാമെന്ന് തീരുമാനിച്ച ഈ ചെരുപ്പ് കുത്തി വളരെ വേഗം അവിടെ നിന്നും അത് മൈൻഡ് ചെയ്യാതെ കടന്നുപോയി. പക്ഷെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഈ ചെരുപ്പ് കുത്തിയുടെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വിവസ്ത്രനായിട്ട് ഇവിടെ കിടക്കുന്നത്? ഇനി ഒരു പക്ഷേ അദ്ദേഹം മരിച്ചതാണോ? അതോ അല്ലെങ്കിൽ ഇനി ഞാനിപ്പോ ഇയാളെ നോക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹായം ലഭിക്കാത്തത് കൊണ്ട് ഇയാൾ മരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ചിന്തകള് ഈ ചെരുപ്പ് കുത്തിയുടെ ഉള്ളിലേക്ക് വന്ന സമയത്ത് ചെരുപ്പ് കുത്തി തിരിച്ച് വീണ്ടും ഈ കലുങ്കിന്റെ മുകളിൽ നഗ്നനായി കിടക്കുന്ന യുവാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ തട്ടി വിളിച്ചപ്പോൾ യുവാവ് ഞെട്ടി എഴുന്നേറ്റ സമയത്ത് തനിക്കുണ്ടായിരുന്ന 2 കോട്ടുകളിൽ ഒരു കോട്ട് ഊരിയിട്ട് അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ നഗ്നതയും തണുപ്പും മാറ്റിക്കൊണ്ട് ആരാണ് താങ്കളെന്ന് ചോദിച്ചു. പക്ഷേ ഈ യുവാവ് ഒന്നും വേണ്ടിയില്ല. ഈ യുവാവ് ചെയ്തത്, ഈ ചെരുപ്പ് കുത്തി തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇയാളുടെ പിറകെ പോവുകയാണ്. ഈ ചെരുപ്പ് കുത്തി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ പുതപ്പുമായിട്ട് വരുന്ന ചെരുപ്പ് കുത്തിയെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഈ ചെരുപ്പ് കുത്തി തിരിച്ചു വരുന്നത് നന്നായിട്ട് മദ്യപിച്ചിട്ടും അതിന്റെ കൂടെ തന്നെ പുതപ്പ് വാങ്ങാതെയുമാണ്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ശപിക്കാൻ തുടങ്ങും. കാരണം പുതപ്പിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, കൂടെ ഒരു ദരിദ്രവാസിയും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്ത്രീ നന്നായിട്ട്, അതായത് ഈ ചെരുപ്പ് കുത്തിയുടെ ഭാര്യ നന്നായിട്ട് ചീത്ത പറയാൻ തുടങ്ങി. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു അപ്പക്കഷ്ണം എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ ഈ ചെരുപ്പ് കുത്തിയുടെ ഭാര്യ ആ അപ്പക്കഷ്ണം മാറ്റി വെച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന യുവാവിന് നല്ല വിശപ്പാണെന്ന് മനസ്സിലാകുന്നുണ്ട് അയാളുടെ മുഖഭാവം നോക്കുമ്പോൾ. അങ്ങനെ ഈ സ്ത്രീ ഒരുപാടൊക്കെ ചീത്ത പറഞ്ഞെങ്കിലും പിന്നീട് ഒരു ദയ തോന്നിക്കൊണ്ട് ഈ ചെരുപ്പ് കുത്തിക്ക് മാറ്റിവെച്ച അപ്പക്കഷ്ണം എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ ചെരുപ്പ് കുത്തിയുടെ കൂടെ വന്ന ഈ യുവാവ് ചെരുപ്പ് കുത്തിയുടെ ഭാര്യയെ നോക്കി ഒന്ന്
പുഞ്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ അപരിചിതനായിട്ട് കടന്നു വന്ന ഈ യുവാവ് ഈ ചെരുപ്പ് കുത്തിയുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിട്ട് മാറുകയാണ് അവിടെ. ആരോടും കൂടുതൽ മിണ്ടാറില്ല, ചിരിക്കില്ല, പുറത്തേക്കൊന്നും പോകാറില്ല. പക്ഷേ ഈ യുവാവിനൊരു പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു എന്ന് ഈ ചെരുപ്പ് കുത്തി വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കാരണം ചെരുപ്പ് കുത്തിയെ തൻ്റെ തൊഴിലിൽ സഹായിക്കുന്നതോടൊപ്പം തന്നെ വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഈ ചെരുപ്പ് കുത്തിയേക്കാൾ ഗംഭീരമായിട്ട് ഇദ്ദേഹം ചെരുപ്പുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ ആ നാട് മുഴുവനും തൊട്ടടുത്ത നാടുകളിലൊക്കെ പരക്കുകയാണ്. അങ്ങനെ ദൂരദേശത്ത് നിന്ന് പോലും ഈ വന്നിരിക്കുന്ന യുവാവിന്റെ ചെരുപ്പുണ്ടാക്കുവാനുള്ള കഴിവിനെ അറിഞ്ഞുകൊണ്ട് പല ആളുകളും ഈ ചെരുപ്പ് കുത്തിയെ തേടി വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുതിര കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് ചെരുപ്പ് കുത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുതിരപ്പുറത്ത് ഒരു പ്രഭു വന്നിരിക്കുകയാണ്. അവിടുത്തെ ഒരു അധികാരിയാണ്, പ്രഭു വന്നിരിക്കുകയാണ്. കൂടെ ഒരു ഭൃത്യനുമുണ്ട്. ആ ഭൃത്യൻ ഈ ചെരുപ്പ് കുത്തിയുടെ കയ്യിലേക്ക് ഒരു ലെതർ കൊടുത്തുകൊണ്ട്, ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം വളരെ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ഒരു ലെതർ കൊടുത്തുകൊണ്ട് ഈ പ്രഭുവിന് ഒരു ബൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കുകയാണ്. ചെരുപ്പ് കുത്തി ഈ പറയുന്ന യുവാവിനെ കൊണ്ട് ഈ പ്രഭുവിന്റെ കാൽപാദത്തിന്റെ അളവെടുപ്പിക്കുകയാണ്. അളവെടുപ്പിക്കുന്ന സമയത്ത് ഈ ചെരുപ്പ് കുത്തിയുടെ പിറകിലേക്ക് നോക്കിയിട്ട് ബാക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇദ്ദേഹം, ഈ യുവാവ് ഒന്ന് നന്നായിട്ട് പുഞ്ചിരിക്കുന്നത് കാണാം. ഈ പ്രഭു വളരെ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, ഇത് ഇത്രയും വില കൂടിയ ഒരു ലെതറാണ്, ഇത് ഞാൻ ഈ പറഞ്ഞ അതേപോലെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ താങ്കളെ ഞാൻ തുറങ്കലിലടക്കും, ജയിലിലടക്കും. കാരണം അധികാരമുള്ള പ്രഭുവാണെന്നറിയാം. ഇത് കേട്ട് ഈ ചെരുപ്പ് കുത്തിക്ക് നല്ല ഭയമായി. കാരണം ഈ യുവാവ് അളവെടുത്തിട്ട് കൃത്യമായ രീതിയിലുള്ള ചെരുപ്പുണ്ടാക്കിയില്ലെങ്കിൽ താനായിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരിക. പിന്നീട് കാണാൻ പറ്റുന്ന കാഴ്ച, ഈ പ്രഭു തിരിച്ചു പോയതിനു ശേഷം ഈ യുവാവ് പ്രഭുവിന് വേണ്ടി പ്രഭുവിന്റെ അളവിൽ ഉണ്ടാക്കിയ ചെരുപ്പ് ഒരു സാധാരണ ചെരുപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഡിസൈനിലല്ലാതെ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഒരു ചെരുപ്പായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇത് കണ്ടപ്പോ ഈ ചെരുപ്പ് കുത്തിക്ക് ഭയമായി. കാരണം ഇപ്പോ പ്രഭു ഇത് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ അതേ ഡിസൈനിലല്ല ചെരുപ്പ് കൊടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും തന്നെ ജയിലിലടക്കും എന്നുറപ്പാണ്. പക്ഷെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അവിടെ സംഭവിച്ചത്, ഈ പ്രഭുവിന്റെ ഭൃത്യൻ ഈ ചെരുപ്പ് കുത്തിയുടെ വീട്ടിലേക്ക് വരികയും എന്നിട്ട് പറയുകയാണ്, ചെരുപ്പ് കുത്തിയുടെ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ഈ ലെതർ കൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായ ഡിസൈനിലുള്ള ബൂട്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞതെങ്കിലും ഇപ്പോഴത് ആവശ്യമില്ല എന്നും, കാരണം ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴി ഈ പ്രഭു മരണപ്പെട്ടു പോയെന്നും അദ്ദേഹത്തിന്റെ ശവശരീരത്തിൽ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സാധാരണ ചെരുപ്പാണ് വേണ്ടതെന്നുമാണ് ഈ ഭൃത്യൻ പറഞ്ഞത്. ചെരുപ്പ് കുത്തി ഞെട്ടിപ്പോയി. കാരണം ഇത് മുൻകൂട്ടി അറിഞ്ഞതുപോലെ ഈ നമ്മുടെ യുവാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശവശരീരത്തിനെ ധരിപ്പിക്കുവാനുള്ള ഒരു ചപ്പലായിരുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സ്ത്രീ 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അതിൽ ഒരു കുട്ടിയുടെ കാലിന് ചെറുതായിട്ടൊരു മുടന്തുണ്ട്. അപ്പൊ ഈ 2 കുട്ടികൾക്കും വളരെ ഭംഗിയായിട്ട് ഓരോ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഈ 2 കുട്ടികളുടെയും കാലിന്റെ അളവെടുക്കുന്ന സമയത്ത് ഈ ചെരുപ്പ് കുത്തി ഈ സ്ത്രീയോട് ചോദിച്ചു, താങ്കളുടെ മക്കളാണോ? അപ്പോ ഈ സ്ത്രീ പറഞ്ഞു, ഇതെന്റെ മക്കളല്ല. തൊട്ടടുത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീ പ്രസവിച്ചതാണ്. പക്ഷെ ആ സ്ത്രീ മരണപ്പെട്ടു പോയി. ആ സ്ത്രീ മരണപ്പെട്ടു പോയപ്പോൾ ഈ കുട്ടികൾക്ക് ആരുമില്ലാതായപ്പോൾ താൻ ഈ കുട്ടികളെ ഏറ്റെടുക്കുകയും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ കുട്ടികളെ പരിപാലിക്കുന്നതും ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്ന് കടമകൾ ചെയ്യുന്നതും താനാണ് എന്ന് ഈ സ്ത്രീ ഈ ചെരുപ്പ് കുത്തിയോട് പറയുകയാണ്. ഈ സംഭവത്തിന് ശേഷം
ഈ യുവാവ് ഈ സ്ത്രീയെ നോക്കി ഒന്ന് നന്നായിട്ട് പുഞ്ചിരിക്കുന്നത് കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഈ യുവാവ് എഴുന്നേറ്റ് ഈ ചെരുപ്പ് കുത്തിയോട് പറയാണ്, എൻ്റെ ഇവിടുത്തെ ലക്ഷ്യം പൂർണ്ണമായിരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ഈ ചെരുപ്പ് കുത്തി ഈ യുവാവിനോട് ചോദിച്ചു, എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളൊരു സാധാരണക്കാരനല്ല. കാരണം ആ പ്രഭുവിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ ചെരുപ്പുണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി ഇവിടെ നിൽക്കുന്നെങ്കിലും ജീവിതത്തിൽ ആകെ കൂടി നിങ്ങൾ ചിരിച്ചത് 3 തവണ മാത്രമാണ്. ആരാണ് താങ്കൾ? യുവാവ് പറഞ്ഞു, ഞാനൊരു മാലാഖയാണ്. ദൈവം എന്നെ ഒരു ശിക്ഷ തന്നുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വിട്ടതാണ്. ആ ശിക്ഷയുടെ കാലയളവ് ഇന്നലെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക്, എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്നും വിളി വന്നിരിക്കുന്നു. അപ്പൊ ഈ ചെരുപ്പ് കുത്തി ചോദിച്ചു, എന്തിനാണ് ദൈവം താങ്കളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? അപ്പൊ ഈ യുവാവ് പറഞ്ഞു, ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ സ്ത്രീയുടെ ആത്മാവിനെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊന്ന് ആത്മാവിനെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ സ്ത്രീയുടെ ആത്മാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ആ സ്ത്രീ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞ സമയത്ത് ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി, തന്നെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് ഈ മാലാഖ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ഈ സ്ത്രീ മാലാഖയോട് അപേക്ഷിച്ചു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, ഞാനിതാ ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൂടി പ്രസവിച്ചിരിക്കുന്നു, ഞാൻ ഈ ഭൂമിയിലില്ല എങ്കിൽ എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കും? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഈ മാലാഖയോട് കരഞ്ഞ് കാലുപിടിക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീയോട് അലിവ് തോന്നിയ ഈ പറയുന്ന മാലാഖ ദൈവത്തിന്റെ അടുത്തേക്ക് ഈ സ്ത്രീയെ കൊല്ലാതെ തിരിച്ചുപോയി. അവിടെ വെച്ച് ദൈവം നന്നായിട്ട് ഈ മാലാഖയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സും അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ച് ഈ മാലാഖയെ ഈ സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചു. ഈ സ്ത്രീയുടെ ആത്മാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടാമതും ഭൂമിയിലേക്ക് വന്ന ഈ മാലാഖ ഈ സ്ത്രീയെയും കൊന്നുകൊണ്ട് ആ സ്ത്രീയുടെ ആത്മാവുമായിട്ട് മുകളിലേക്ക് പറന്നു. അപ്പൊ ഏതാണ്ട് മുകളിലെത്തിയ സമയത്ത് പെട്ടെന്ന് സംഭവിച്ചത്, ഈ സ്ത്രീയുടെ ആത്മാവ് മുകളിലേക്ക് പോവുകയും ഈ മാലാഖ ബോധമില്ലാതെ ഈ കലുങ്കിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. ഉടനെ ദൈവത്തിന്റെ ഒരു അശരീരി ഉണ്ടായി. ഭൂമിയിലെ ജീവിതം എന്താണെന്ന് പഠിച്ചിട്ട് ശിക്ഷ അനുഭവിച്ചിട്ട് മാത്രം താനിനി ഇവിടെ വന്നാ മതി. അങ്ങനെ ദൈവത്തിന്റെ ശിക്ഷയുടെ ഭാഗമായിട്ട് ഭൂമിയിലെ ജീവിതം പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ, ആദ്യത്തെ ദിവസം ഞാൻ പൂർണ്ണ നഗ്നനായിട്ട് ആ കലുങ്കിൽ കിടന്നപ്പോൾ എന്നെ ഒട്ടും മൈൻഡ് ചെയ്യാതെ പോയ നിങ്ങൾ വീണ്ടും എന്നെ തിരിച്ച് വന്ന് താങ്കളുടെ വസ്ത്രങ്ങൾ എനിക്ക് തന്ന് താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ താങ്കളുടെ ഭാര്യ ചീത്ത പറഞ്ഞെങ്കിലും പിന്നീട് എന്നോട് ദയ തോന്നിയിട്ട് ഭക്ഷണം തന്നു, എനിക്കിവിടെ താമസിക്കുവാനുള്ള സൗകര്യവും തന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ഭൂമിയിൽ മനുഷ്യനെ നിലനിർത്തുന്നത് ദയ എന്ന് പറഞ്ഞ വികാരമാണ്. ഈ ദയക്ക് ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്നും ദയ എന്ന് പറയുന്ന വലിയ ഘടകം ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ പഠിച്ചു. അല്ലെങ്കിൽ മനുഷ്യവംശത്തെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ദയയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചത്, ആ കാര്യം പഠിച്ചപ്പോഴ്. രണ്ടാമത് ഈ പ്രഭു വന്നപ്പോൾ ഈ പ്രഭുവിന് ബൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ലെതർ തന്ന സമയത്ത് ഈ പ്രഭുവിന്റെ പിറകിൽ മരണത്തിന്റെ മാലാഖയെ ഞാൻ കണ്ടു. എൻ്റെ സുഹൃത്താണ് ആ മാലാഖ. ആ മാലാഖയെ നോക്കിയിട്ടാണ് ഞാൻ രണ്ടാമത് പുഞ്ചിരിച്ചത്. അപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഈ പ്രഭു മരണപ്പെട്ടു പോകും. താൻ മരണപ്പെട്ടു പോകും എന്നറിയാതെ താൻ ഇപ്പോഴും, ഈ പ്രഭു ഇപ്പോഴും ഈ പറയുന്ന ബൂട്ടിന് വേണ്ടിയിട്ട് അടിപിടി കൂടുകയാണ്. അപ്പൊ മനുഷ്യരും ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി.
തനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നറിയാതെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാഠം ഞാൻ ഈ പ്രഭുവിൽ നിന്ന് പഠിച്ചപ്പോഴാണ് ഞാൻ ആ മാലാഖയെ കണ്ടപ്പോൾ ഞാൻ രണ്ടാമത് അവിടെ നിന്ന് പുഞ്ചിരിച്ചത്. കാരണം മനുഷ്യന്മാർ ഇങ്ങനെയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും കിട്ടിയത് വിടാതെയും കിട്ടാത്തതിനെ പിടിച്ചു പറിക്കാനും വേണ്ടിയിട്ട് എന്താണ് ജീവിതത്തിൽ വേണ്ടതെന്നറിയാതെ നമ്മൾ പലപ്പോഴും എന്തിനൊക്കെയോ വേണ്ടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇവിടെ നിന്ന് പഠിച്ച രണ്ടാമത്തെ പാഠം, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പഠിച്ച രണ്ടാമത്തെ പാഠം. മൂന്നാമത്, ആ സ്ത്രീ 2 കുട്ടികളെയും കൊണ്ട് കുട്ടികൾക്ക് ഒരു ചെരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ 2 കുട്ടികളും ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അവരെ കൊല്ലാതെ ആദ്യം തിരിച്ചു പോയത്? ഈ സ്ത്രീ മരിച്ചു പോയാൽ ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന ഒരു സെന്റിമെന്റ് കൊണ്ടാണ്, ഒരു സെന്റിമെന്റൽ അപ്രോച്ച് കൊണ്ടാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയിൽ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവർക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് സ്നേഹം എന്ന് പറഞ്ഞ വികാരമാണ്. ആ സ്ത്രീക്ക്, തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീക്ക് സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ ഈ 2 കുട്ടികളെയും ഇത്രയും ഭംഗിയായിട്ട് പോറ്റി വളർത്തുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞ വലിയ വികാരമാണ്. ഇതാണ് ഞാൻ പഠിച്ച മൂന്നാമത്തെ പാഠം. ഇത് പഠിച്ചതോടുകൂടി എന്നെ ദൈവം തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മാലാഖ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യവംശത്തെ നിലനിർത്തുന്നത് തന്നെ ഈ പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞ വലിയ വികാരമാണ്. അതിൽ ഈ ഭൂമിയിൽ ദയ എന്ന് പറഞ്ഞ ഘടകത്തിന് യാതൊരുവിധ നാശവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഓരോരുത്തരും കൂടുതൽ ദയയുള്ള ആളായിട്ട് മാറിക്കൊണ്ടിരിക്കണം. 2, എന്താണ് വേണ്ടതെന്നറിയാതെ കിട്ടിയതിനും കിട്ടാത്തതിനൊക്കെ അടിപിടി കൂടുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടത് നമുക്കറിയില്ല. നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറേയധികം വിട്ടുകൊടുക്കലുകളും അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനുള്ള ശ്രമവും നടത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളതാണ് വലിയൊരു പാഠമായിട്ട് ഈ കഥയിൽ നിന്ന് പഠിക്കുന്നത്. മൂന്നാമത്തത്, സ്നേഹം. വാക്കുകൾ കൊണ്ട് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്ത വലിയ വികാരം. ഈ പറയുന്ന സ്നേഹമാണ് ഭൂമിയിൽ മനുഷ്യവംശത്തെ നിലനിർത്തുന്നത്. ആ സ്നേഹത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ എത്ര കണ്ട് വളർത്തുന്നുവോ അത്രയും ഈ ഭൂമിയിലെ മനുഷ്യന്മാർ നന്നായിക്കൊണ്ടേയിരിക്കും, ഈ ഭൂമി നന്നായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞ വലിയ വികാരമാണ് മനുഷ്യവംശത്തെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏവർക്കും നല്ല സ്നേഹമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.